നിങ്ങൾ ബിസ്ക്കറ്റ് ചായ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പാർലേജിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കാതെ വെറും പാലുകൊണ്ടാണ് ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഇനി പാല് നന്നായിട്ടുണ്ടെന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് പാൽ നന്നായി തിളച്ച് പൊന്തി വന്നപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായപ്പൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചായപ്പൊടി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചായയുടെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാലേ ചായപ്പൊടിൻ്റെ കളറൊക്കെ നന്നായി മാറി വരുള്ളൂ. അപ്പോൾ ചായൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് 2-3 ഏലക്കായും 2 കറാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് സമയം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏലക്കായൻ്റെയും അതേപോലെ തന്നെ കറാമ്പൂൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇതിലോട്ടൊന്ന് ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ചായക്കാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 ബിസ്ക്കറ്റാട്ടോ എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് നമുക്ക് ചെറുതായിട്ട് പൊട്ടിച്ച് ഇട്ടെടുക്കാം. ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തരിച്ചിട്ട് വേണം കേട്ടോ. അരിപ്പയിലൊന്ന് അരിച്ചിട്ട് വേണം അത് എടുക്കാൻ. ബിസ്ക്കറ്റിൻ്റെ തരികളൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. തന്നെ അടിപൊളി ടേസ്റ്റുള്ള ചായയാണ്. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ചായ ഇട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ഞാൻ അരിപ്പയിലോട്ട് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചായ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.